സുധാകർ സാഹിബിനെ പ്രശ്നമില്ല, ഞാൻ കൂട്ടി യോജിച്ച് ഒരുമിച്ച് പോകും, ചേർത്ത് പിടിച്ച് പോകും എന്നാണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സജി പറഞ്ഞത്. അപ്പോൾ അതിനോട് ഇങ്ങനെ ഒരു പ്രതികരണം സുധാകർ സാഹിബ് നടത്തിയതും ശരിയല്ല, എത്താൻ പാടില്ല. ഇതാണ് ഏതാനും മാസം മുമ്പ് പിതൃശൂന്യ നിലയിൽ പോലും പറഞ്ഞ ആൾക്കാർ ഇതുവരെ പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല. നിതിൻ എന്ന് പറഞ്ഞ അമ്പലപ്പുഴ അയാൾ ഒരു നടപടി എടുത്തു. ഞാൻ തന്നെയല്ല പോയത്. ഞാൻ തന്നെ പോയി അവിടെ കമ്മിറ്റി കൂടി അയാളുടെ വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു എനിക്ക് ഇതിനുപോലെ പശ പറ്റി, ഒരിക്കലും ഞാൻ എൻ്റെ പാർട്ടി മെമ്പറായിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന രൂപത്തിൽ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പുറത്താക്കാൻ പറ്റും. അയാൾ താക്കീത് ചെയ്തു, മേലിൽ ഇത് ആവർത്തിക്കണമെന്ന് താക്കീത് ചെയ്തു. സുധാകരൻ പോലും അറിഞ്ഞിട്ടില്ല. അതിന് സുധാകരൻ അറിയുന്നതിന് പാർട്ടി അറിഞ്ഞാൽ വിളിച്ചത് അല്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അങ്ങനെ നടപടി നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മൾ വിശദീകരണം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് ചോദിച്ചില്ല. പക്ഷെ അത് ഇതിങ്ങനെ സുധാകർ സാഹിബിന്റെ ഈ പ്രതികരണം വന്നില്ലെങ്കിൽ ഇതൊന്നും വരികയല്ല, വന്നതുകൊണ്ടാണ് അവരും പറയുന്നതാ. സുധാകർ സാഹിബ് ഇങ്ങനെ പ്രതികരിച്ചപ്പം ഞങ്ങളിങ്ങനെ പ്രതികരിച്ചാണ്, സുധാകർ സാഹിബ് ഞങ്ങൾക്ക് ആകാൻ പാടില്ലേ, ഇതാണ് അവരുടെ ചോദ്യം. അങ്ങനെ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നടപ്പാക്കിയ ശേഷം ഒരുപാട് മുതിർന്ന നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ ഘടകത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് സുധാകരന് മാത്രം ജില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ അവഗണിക്കുന്നുണ്ടോ, അദ്ദേഹം അങ്ങ് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണോ നിങ്ങൾക്ക്? അതൊക്കെയാണോ അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത്? സുധാകര സാഹിബിന് എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാട്, സ്വന്തം നിലപാടുണ്ട്, ഒരു നിലപാടുണ്ട്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതല്ലേ നേരത്തെ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ തീരുമാനിച്ചു. ഞാൻ വലിയതില്ല, ഞാൻ പ്രത്യേകതയില്ല എന്നിട്ട് സ്വീകരിച്ചു. ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുതിർന്ന സഹാക്കളെ വിവിധ ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ജില്ലാ ഘടകത്തിൽ ക്ഷണിതാവായിട്ട് പങ്കെടുപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പം സുധാകർ സാഹിബിന് അത് ഇഷ്ടമല്ല, അങ്ങനെ വേണ്ട, ഞാൻ പാർട്ടി മെമ്പറായിട്ട് നിന്നോളാം എന്നുള്ള സുധാകർ സാഹിബിന്റെ തന്നെ തീരുമാനപ്രകാരമാണ് അങ്ങനെ നിൽക്കുന്നത്. അല്ല, പാർട്ടിയുടെ പൊതുപരിപാടികൾ ക്ഷണിക്കാറില്ല. സ്വർണ്ണമായാലും അങ്ങനെ അടിയന്തരാവസ്ഥ തടവുകാരനായിരുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിന് നടത്തിയ പരിപാടിയിൽ ഒന്നും അദ്ദേഹം വിളിച്ചില്ല. പുറം ജില്ലയിലുള്ള ആൾക്കാർ വരെ പങ്കെടുക്കുമ്പോൾ സുധാകരൻ സാറിനെ അവിടെ ക്ഷണിച്ചിട്ട് പോലുമില്ല. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യുമ്പോഴേ, നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഒരു പ്രഭാഷകനായിട്ടൊക്കെ ഒരാളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്നു. ഒന്നുമല്ല, ഇപ്പം അത് അങ്ങനെയാണല്ലോ. അതിപ്പോൾ ഏതെങ്കിലും പാർട്ടി തീരുമാനിച്ചു വരുമ്പോൾ ഏതെങ്കിലും നേതാവ് അത് നടത്തുമെന്ന് പറഞ്ഞാൽ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നടത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ അതിനപ്പുറത്തോട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് സുധാകർ സാഹിബിനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. സുധാകർ സാഹിബിനെ നമ്മൾ ക്ഷണിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്ഷണിക്കുന്നുണ്ട്, എല്ലാത്തിനും ക്ഷണിക്കുന്നുണ്ട്, പങ്കെടുപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം സുധാകർ സാഹിബ് വരേണ്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. സുധാകർ സാഹിബിനെ ബിജെപിയിലേക്കും കോൺഗ്രസിലേക്കും പോകാനായിട്ട് ആളുകൾ ശ്രമിച്ചു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിൽ പ്രചരണം ഉണ്ടായി. അപ്പൊ അവർ പാർട്ടി നടത്തി പടക്കം പൊട്ടിക്കാൻ ചെയ്തു. അതിനകത്ത് സൈച്ചറിയാന്റെ ആളുകളൊക്കെ പങ്കെടുത്തു, സൈച്ചറിയാനൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത്. സുധാകർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സുധാകർ സാഹിബ് ഒരിക്കലും ഒരു പാർട്ടിയിലും പോവുകയില്ല, വേറെ എങ്ങും പോകത്തില്ല. പാർട്ടിക്ക് വിധേയനായി പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെയല്ല പാർട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ സംഭവിക്കാനും പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രതികരണം വെച്ചുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ്, പൊട്ടുപോകും വറ്റുപോകും എന്നൊക്കെ പറയുന്നത്. അതെല്ലാം സുധാകർ സാഹിബിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. സുധാകർ സാഹിബ് അങ്ങനെ പോകുന്ന ആളല്ല. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഇടപെടലുണ്ടാവുമോ പാർട്ടിയുടെ ഭാഗത്ത്? ആ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇടപെടേണ്ടതുമല്ലോ. ഞാനല്ലേ ജില്ലാ സെക്രട്ടറി. ഇനിയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ തിരുത്തിക്കണ്ടേ? അത് തിരുത്തിക്ക്, എല്ലാവരും തിരുത്തിച്ച് എല്ലാവരെയും കൂട്ടിവയ്പ്പിച്ച് പോകാനുള്ള സമീപനമല്ല ഞാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും കൂട്ടിവയ്ക്കുന്നത്. തെറ്റാര് ചെയ്താലും ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യും. തിരുത്തേണ്ടവരെ തിരുത്തിക്കും. അല്ലാണ്ട് നടപടി എടുത്ത എല്ലാവരും പുറത്താക്കുകയല്ലല്ലോ. തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചൂണ്ടിക്കാണിക്കും. അവർ തിരുത്താൻ തയ്യാറാകുകയാണെങ്കിൽ തിരുത്തി അത് രൂപത്തിൽ പോകും. അപ്പോൾ അതിനുള്ള ശിക്ഷയും കൊടുക്കും. ജില്ലാ കമ്മിറ്റി ഓമനക്കുട്ടൻ പോലും അത്തരം ഒരു വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത്തരം അതിലേതോ ലൈക്ക് ചെയ്തെന്നാണ്, ഓമനക്കുട്ടനെ ലൈക്ക് ചെയ്തെന്നാണ് ഇപ്പം പറയണത്. അതിപ്പോൾ ഈ ലൈക്ക് ചെയ്തവരുടെയൊക്കെ പേരാണ് സുധാകർ സാഹിബ് എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ലൈക്ക് ചെയ്തവരുടെ എല്ലാവരുടെ പേര് എഴുതി തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെയാണ്, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. എങ്കിലും അവർ ചെയ്തത് ശരിയല്ല, മേലിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അമ്പലപ്പുഴ എംഎൽഎയുടെ പേര് പറയാതെ അമ്പലപ്പുഴ എംഎൽഎയാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെന്നൊക്കെ വെറുതെയാണ്. അങ്ങനൊന്നും ചെയ്യാനൊക്കെ അമ്പലപ്പുഴ എംഎൽഎക്ക് അങ്ങ് പ്രവർത്തിക്കാനല്ലോ. അമ്പലപ്പുഴ എംഎൽഎ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ. അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ആണെന്ന് പ്രചരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്യാനൊക്കെ കഴിയില്ലല്ലോ. ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയിലുണ്ടാവും. അങ്ങനെ പാർട്ടി പോകില്ല, അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്നവരല്ല അവരാരും, ചെയ്യത്തുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു വസ്തുതയില്ല. അതിനകത്ത് പരിശോധിക്കണം. ഞാൻ തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട് സംഗതി. അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഇതൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ ഇതാണ് ചില കാര്യങ്ങൾ പറയുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ
ഇങ്ങനെയൊക്കെയാണോ എന്ന് തോന്നലൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ വർത്തമാന പറച്ചിലൊക്കെ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഞാൻ സംഭവമില്ല. അങ്ങനെയുള്ള സംഭവം ഒന്നും അനുവദിക്കുകയുമില്ല, ഒന്നും അനുവദിക്കില്ല, പാർട്ടിയിൽ അനുവദിക്കുകയില്ല.